ഏഷ്യ കപ്പ് UAE തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ ഇനി എൽ ക്ലാസിക്കോയ്ക്ക് കച്ചമുറുക്കുകയാണ്. ഇന്ത്യയും ചിരവൈരികളായ പാകിസ്ഥാനും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ഞായറാഴ്ച രാത്രി നടക്കാനിരിക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഈ മത്സരവും നടക്കുക. UAEക്കെതിരെ കാര്യമായ വെല്ലുവിളി നേരിടാതെ ജയിച്ചു കയറിയ ഇന്ത്യക്ക് പാക് പടയ്ക്കെതിരെ കാര്യങ്ങൾ അത്ര എളുപ്പമായേക്കില്ല. UAEക്കെതിരെ 9 വിക്കറ്റിന്റെ വിജയം കൊയ്തെങ്കിലും അതേ പ്ലേയിങ് 11 തന്നെ പാകിസ്ഥാനെതിരെയും ഇന്ത്യ നിലനിർത്താനുള്ള സാധ്യത കുറവാണ്. 11-ൽ ഒരു മാറ്റം ചിലപ്പോൾ ഇന്ത്യ വരുത്തിയേക്കും. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സാധ്യത 11 എങ്ങനെയാവുമെന്ന് നോക്കാം. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ അനാവശ്യമായ ഒരു പൊളിച്ചെഴുത്ത് ഇപ്പോൾ ആവശ്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം. അഭിഷേക് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്നുള്ള പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷൻ UAEക്കെതിരെ വിജയമായിരുന്നു. ആദ്യ വിക്കറ്റിൽ വെറും 23 ബോളിൽ 48 റൺസ് ഈ സഖ്യം അടിച്ചെടുത്തിരുന്നു. ഗില്ലും അഭിഷേകും ബാറ്റിംഗിൽ മികച്ച ടച്ചിലാണ് ഈ മത്സരത്തിൽ കാണപ്പെട്ടത്. അതിനാൽ അവർ തന്നെ പാകിസ്ഥാനെതിരെയും തുടരുക തന്നെ വേണം. കഴിഞ്ഞ കളിയിൽ തിലക് വർമ്മയ്ക്ക് പകരം നായകൻ സൂര്യകുമാർ യാദവ് 3-ാം നമ്പറിലേക്ക് സ്വയം പ്രൊമോട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാനെതിരെയും 1 ഡൗൺ ആയിട്ടായിരിക്കും അദ്ദേഹം കളിച്ചേക്കുക. 4-ാമനായി തിലകും 5-ാം നമ്പറിൽ മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണുമാവും ബാറ്റ് ചെയ്തേക്കുക. കഴിഞ്ഞ കളിയിൽ 2 പേർക്കും അതിന് അവസരം ലഭിച്ചില്ല. ആവശ്യമെങ്കിൽ സഞ്ജുവിന് 3-ാമനായും തിലകിനെ തൊട്ടു താഴെയും കളിപ്പിക്കാവുന്നതാണ്. സാഹചര്യം അനുസരിച്ചാവും ടീം മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. 6-ാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയാവും ഉണ്ടാവുക. തൊട്ടു പിന്നാലെ മറ്റൊരു ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേലും. എന്നാൽ UAEക്കെതിരെ പ്ലേയിങ് 11 ഉണ്ടായിരുന്ന സീം ബൗളിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബെയെ പാകിസ്ഥാനെതിരെ ഇന്ത്യ മാറ്റി നിർത്തിയേക്കും. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം 3 വിക്കറ്റുകളുമായി സർപ്രൈസ് പ്രകടനം നടത്തിയെന്നത് ശരി തന്നെ. പക്ഷേ പാക് ടീമിനെതിരെ ദുബൈക്ക് പകരം ടീമിൽ വേണ്ടത് ഇടംകയ്യൻ പേസർ അർഷദ്ദീപ് സിംഗ് ആണ്. എങ്കിൽ മാത്രമേ അത് ടീമിന്റെ പേസ് ആക്രമണത്തിന് മൂർച്ചയും കൂട്ടുകയുള്ളൂ. പാക് ടീമിനെതിരെ T20യിൽ മികച്ച റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. അവർക്കെതിരെ 4 കളിയിൽ 7.85 എക്കോണമി റേറ്റിൽ 7 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹാർദിക്കിനെയും ദുബൈയെയും ഒന്നും പേസർമാരെന്ന നിലയിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം അർഷദ്ദീപ് കൂടി ചേർന്നാൽ അത് ഇന്ത്യൻ ബൗളിംഗ് നിരയെ കരുത്തുറ്റതാക്കി മാറ്റും. ദുബൈക്ക് പകരം അർഷദ്ദീപിനെ കൊണ്ടുവരുന്നത് വെച്ചാൽ ഇന്ത്യൻ 11-ൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. സ്പിൻ വിഭാഗത്തിന്റെ ചുമതല കുൽദീപ് യാദവിനും വരുൺ ചക്രവർത്തിക്കുമായിരിക്കും. UAEക്കെതിരെ മാജിക്കൽ പ്രകടനം നടത്തിയ കുൽദീപിനെ ഇനി പുറത്തിരുത്തുക അസാധ്യമാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സാധ്യത 11 ഇങ്ങനെയാണ്: ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അർഷദ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ തുടങ്ങിയവർ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 11-ൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.